ഇന്ന് നമ്മൾ വീണ്ടും ഒരു സ്റ്റേക്കേഷൻ പോവാണ്. ഒക്കെ പെട്ടിയൊക്കെ ആയിട്ട് പോവാണ് കേട്ടോ. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. റൂം ടൂർ കാണിച്ചു തരാം. ഹലോ, എന്താ ഭയങ്കര കയ്പ്. നമ്മുടെ കൃഷിനെ കണ്ടോ? എവിടെ ഞങ്ങളുടെ കൃഷി? എന്തേ കൃഷി? നമുക്ക് എന്തൊക്കെയുണ്ട് അവിടെ വിശേഷം? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് നമ്മൾ വീണ്ടും ഒരു സ്റ്റേക്കേഷൻ പോവാണ്. പക്ഷെ ഇന്ന് നമ്മളിപ്പോ കൃഷി ഇല്ല. കൃഷി അതുകൊണ്ട് സാഡാണ്. നമ്മൾ ഈവനിങ് ആയിട്ട് പോകുന്നത്. ഒരു 3 മണി ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ സമയത്താണ് പോകുന്നത്. കൃഷിന് ഫുഡൊക്കെ കൊടുത്ത് പുറത്തൊക്കെ കൊണ്ട് നടത്തിച്ച് ഇരിക്കുകയാണ്. കൃഷി കുളിച്ചൊക്കെ ഇരിക്കുകയാണ്. അപ്പൊ എന്തായാലും നമ്മൾ പോയിട്ട് ഒരു രാത്രി ഒരു 7 മണി 8 മണി ആകുമ്പോൾ വരും. അപ്പൊ 2-3 മണിക്കൂർ കൃഷിയുടെ ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വരും. അപ്പൊ നമുക്ക് പോവാം. ഇതും ഒരു ബ്യൂട്ടിഫുൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് ഖത്തറിൽ പോകാൻ പറ്റുന്ന ഒരു സ്റ്റേക്കേഷൻ ആണ്. അല്ലെങ്കിൽ ഖത്തറിലേക്ക് വരുന്നുണ്ട്, നിങ്ങൾ ഹോട്ടലൊക്കെ അന്വേഷിക്കുകയാണെങ്കിൽ സേവ് ചെയ്ത് വെച്ചോ. കാരണം നിങ്ങൾക്ക് ഉപകാരപ്പെടും. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റേക്കേഷൻ ആണ്. സ്റ്റേയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ബാക്കിയെല്ലാം ഞാൻ വഴിയെ വീഡിയോയിൽ പറയുന്നതായിരിക്കും കേട്ടോ. അപ്പൊ നമ്മൾ ഓൾറെഡി ചെക്ക് ഇൻ ടൈം ആയി, അതുകൊണ്ട് ഇനി ലേറ്റ് ആകുന്നില്ല, നമുക്ക് പോകാം. വാ, ബൈ. ഒക്കെ പെട്ടിയൊക്കെ ആയിട്ട് പോവാണ് കേട്ടോ. നല്ല വെയിലുണ്ട് പുറത്ത്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉച്ചയായതുകൊണ്ട് അധികം തിരക്കൊന്നുമില്ല കേട്ടോ. റോട്ടില് പെട്ടെന്ന് എത്തും. ഇവിടുന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 10 to 15 മിനിറ്റ്സ് ഡ്രൈവേ ഉള്ളൂ നമ്മളിപ്പോൾ ബുക്ക് ചെയ്തിട്ടുള്ള ഹോട്ടലിലേക്ക്. നമ്മുടെ നാട്ടിലേക്കാണെങ്കിൽ സ്റ്റേക്കേഷൻ പോകാൻ നേരത്ത് ദൂരെയുള്ള സ്ഥലമൊക്കെ നോക്കി വൈബൊക്കെ നോക്കി അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ പോകുന്നത്. ഇവിടെ നമ്മൾ ഹോട്ടൽ മാത്രം നോക്കാറില്ല. ചിലപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തായിരിക്കും. പക്ഷെ നമുക്ക് അങ്ങനെയാണ്. കാരണം ദോഹ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു സ്ഥലമല്ലേ. അതെ, ദോഹ എന്ന് പറയുമ്പോൾ നമ്മുടെ വളരെ ചെറിയൊരു സ്ഥലമാണ്. അപ്പം നമുക്ക് അങ്ങനെ ഒരുപാട് എവിടെ പോകണം, ഏത് ലൊക്കേഷൻ അങ്ങനെയൊന്നും ആലോചിച്ചിട്ട് പോകേണ്ട ആവശ്യമില്ല. കാരണം നല്ലൊരു ഹോട്ടലാണ്. അവിടെ നല്ല അമ്യൂണിറ്റീസ് ഉണ്ട്, നല്ല ഇതൊക്കെ ഉണ്ടെങ്കിൽ പോകും. പിന്നെ കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സീ വ്യൂ ഉണ്ടാവും. അങ്ങനെ ചിലപ്പോൾ സീയിലേക്ക് പ്രൈവറ്റ് ബീച്ച് ആക്സസ് ഉണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു ആഡ് ഓൺസ് ആണ്. അല്ലാതെ നമ്മൾ നാട്ടിൽ പോകുന്ന പോലെ എവിടെ പോകണം സ്ഥലമൊക്കെ നോക്കി ഒരു മാസം മുമ്പേ പ്ലാൻ ചെയ്തൊന്നും പോകേണ്ട കാര്യമില്ല കേട്ടോ. നമ്മൾ നോക്കുന്നു, ഒരു ഹോട്ടൽ ഇഷ്ടപ്പെടുന്നു, ഓക്കെ ബുക്ക് ചെയ്യുന്നു. ചിലപ്പോൾ നമ്മുടെ വീടിൻ്റെ 5 to 10 മിനിറ്റ്സ് ആയിരിക്കുള്ളൂ ദൂരം വരുന്നത്. പക്ഷെ എന്നാലും നമ്മൾ ആ ഒരു സ്റ്റേ എക്സ്പീരിയൻസ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ സമ്മർ സീസണാണ്. അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ആ സമ്മർ സീസൺ ആയതുകൊണ്ടും ഇപ്പോൾ ട്രാവലേഴ്സൊക്കെ ഇങ്ങോട്ടൊക്കെ ടൂറിസ്റ്റൊക്കെ വരൽ കുറവല്ലേ. ടൂറിസ്റ്റൊക്കെ സമ്മർ ടൈമിൽ ഇങ്ങനെ ഒന്ന് ഡൗൺ ആയിട്ട് നിൽക്കുന്ന സമയം ആയതുകൊണ്ട് ഹോട്ടലിലൊക്കെ വളരെ റേറ്റ് കുറവാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ആൾക്കാർക്ക് സ്റ്റേക്കേഷനൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന സമയം ഈ ഒരു സമ്മർ ടൈമാണ് കേട്ടോ. സ്റ്റേക്കേഷൻ റേറ്റ് കുറവാണെന്ന് മാത്രമല്ല, ഇപ്പോൾ ഔട്ട്ഡോർ ഈവൻറ്റ്സ് ഒന്നും നമുക്ക് പോകാൻ പറ്റാത്തൊരു സമയം കൂടി. അതുകൊണ്ട് ഇങ്ങനത്തെ ഇൻഡോർ കാര്യങ്ങൾ നല്ല സ്റ്റേ ഒക്കെ നോക്കി എക്സ്പ്ലോർ ചെയ്യാം അല്ലേ ഐസു? യെസ്, നമ്മൾ പോവാണ്. നമ്മളിപ്പോൾ തന്നെ എത്തും കേട്ടോ. അപ്പോൾ സംസാരിച്ചിരുന്നപ്പോൾ തന്നെ എത്താറായി. നമ്മുടെ സ്ഥലത്തെത്തി കേട്ടോ. ഇതാണ് ഹോട്ടല് റിവേറ റെയ്ഹാൻ ബറോട്ടാന. ഇത് നമ്മൾ കയറാണ്. വേല ഉണ്ടെന്ന് തോന്നണം അല്ലേ ഐസു? വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ കയറിയത് ലോബിയിൽ വെയിറ്റ് ആണ് കേട്ടോ. നമ്മൾ ബുക്ക് ചെയ്ത ബുക്കിംഗ് ഐ ഡി ഒക്കെ കാണിച്ചു കൊടുത്ത് നമ്മുടെ ഐഡിയും ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി റൂം അസൈൻ ചെയ്ത് കിട്ടാനായിട്ട് നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് കണ്ട്, ഇത് ലോബി ഏരിയ ആണ്. അധികം നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല കേട്ടോ. ഒരു 5 to 10 മിനിറ്റ്സ് അതിനുള്ളിൽ നമുക്ക് റൂം എല്ലാം കിട്ടി സെറ്റായി നമ്മൾ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതെ, നമ്മുടെ റൂമിന്റെ ഐഡിയും കാര്യങ്ങളൊക്കെ വന്നത് 624 ആണ് നമ്മളെ റൂം നമ്പർ വരുന്നത്. 6th ഫ്ലോറിലാണ് വരുന്നത്. അപ്പൊ നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. ലിഫ്റ്റ് കയറി നമ്മൾ 6th ഫ്ലോറിൽ എത്തിയിട്ടോ. ഇങ്ങനെ കൊറിഡോറിൽ കൂടി പോവുകയാണ്. നമ്മൾ നേരെ കാണുന്നില്ലേ, ആ കാണുന്നതാണ് നമ്മുടെ റൂം കേട്ടോ, 624. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പെട്ടിയും സാധനങ്ങളൊക്കെ പുറകെ വരും കേട്ടോ. നമ്മളിപ്പോൾ പെട്ടിയൊന്നും ഇല്ലാതെ പോകുന്നത്, അത് നമുക്ക് ആൾ കൊണ്ടുവന്ന് തരും. നമുക്ക് റൂമിലേക്ക് വേണം. അതെ, നമ്മുടെ റൂമെത്തി 624.
അപ്പോൾ നമ്മൾ റൂമിലെത്തി. റൂമിൽ നമ്മുടെ പെട്ടിയും സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് ഇതാണ് നമ്മുടെ റൂം 624. അപ്പോൾ ഐസൊക്കെ എൻ്റെ അകത്തുണ്ട്. റൂം ടൂർ കാണിച്ചു തരാം എങ്ങനെയാണ്. നമ്മളൊരു 1 BHK ആണ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിലെന്തൊക്കെയുള്ളത് സംഭവങ്ങളൊക്കെ കാണിച്ചു തരാം. ഐസൊക്കെ എൻ്റെ അകത്തുണ്ട് കേട്ടോ. 624 ആണ് നമ്മുടെ റൂം നമ്പർ. ഐസക് ഹലോ. നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഇങ്ങനെയാണ് കേട്ടോ കാണുന്നത്. ഈ ഒരു സ്പേസ് ആണ്. ഇവിടെ ബാത്റൂമാണ്. ഇതിലേക്ക് ഞാൻ വാഷ്റൂമിലേക്ക് ലാസ്റ്റ് വരാം. നമുക്കിപ്പോൾ ബാക്കി റൂംസ് കാണാം. ഹലോ ഐസ വന്നേ, ഒരു ഹലോ പറഞ്ഞേ. ഹലോ. അപ്പോൾ നമ്മൾ ഇവിടെ വരുമ്പോൾ തന്നെ ഇവിടെ ചെറിയൊരു കിച്ചണേറ്റ് ഉണ്ട്. നമുക്ക് കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ കുക്കൊക്കെ ചെയ്യാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെയാണ് നമ്മുടെ ലിവിങ് റൂം വരുന്നത്. ലിവിങ് റൂം സോഫ സെറ്റൊക്കെ ഇട്ട് TV കാര്യങ്ങളും ടേബിളും ഒക്കെ ഉണ്ട് ഇവിടെ. പിന്നെ അങ്ങോട്ട് വരുന്നത് ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട്. ബാൽക്കണിയുടെ കീ എടുക്കാൻ ഒരു പോയിട്ടുള്ളൂ. അപ്പോൾ ബാൽക്കണിയിൽ നമ്മൾ പറഞ്ഞാലേ ഇവർ തുറന്നു വരുള്ളൂ കേട്ടോ. കാരണം ഇവിടെ സേഫ്റ്റി ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ബാൽക്കണി തുറക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ ഇവിടെ ഓരോ ഡോക്യുമെൻ്റൊക്കെ സൈൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ എന്തായാലും ബാൽക്കണി തുറന്നിട്ട് ഞാൻ ബാൽക്കണി കാണിച്ചു തരാം. ഇപ്പോൾ ബാൽക്കണി അടച്ചു കിടക്കുകയാണ്. അപ്പോൾ അതെ ഇതാണ് നമ്മുടെ ലിവിങ് സ്പേസ് വരുന്നത്. ലിവിങ് സ്പേസും ഒരു കിച്ചണേറ്റുമായിട്ട് വരുന്നത്. ഇനി നമ്മുടെ ബെഡ്റൂമിലേക്ക് പോവാം. ഇതാണ് കേട്ടോ ബെഡ്റൂം. ബെഡ്റൂം എനിക്ക് തോന്നുന്നു ലിവിങ് റൂമിനേക്കാളും വലുതാണ്. ഇതാണ് ബെഡ്റൂം വരുന്നത്. കിങ് സൈസ് ബെഡ് വരുന്നുണ്ട്, സൈഡ് ടേബിൾ വരുന്നുണ്ട്. പിന്നെ എന്താ നമുക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള കാര്യങ്ങളുണ്ട്. ഇവിടെ വാർഡ്രോബ് വരുന്നുണ്ട്. ഞാൻ പേടിച്ചു പോയല്ലോ. ഐസൊക്കെ അവിടെ വിളിച്ചിരുന്നു ചേച്ചി. നമ്മുടെ പെട്ടിയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് അൺപാക്ക് ചെയ്യണം. ഇവിടെ ഇങ്ങനെ ഒരു ജനലുണ്ട്. ഇപ്പോൾ ഞാൻ ഇപ്പോൾ തുറക്കുന്നില്ല കേട്ടോ. അതെ കണ്ടോ, അങ്ങോട്ടേക്ക് വലിയ വ്യൂ ഒന്നുമില്ല. അവിടെ ബിൽഡിംഗ് ആണ് കണ്ടോ. ഇങ്ങനെയാണ് വരുന്നത്. റൂമൊക്കെ ഭയങ്കര വലുതാട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെയും ചെറിയൊരു ബാൽക്കണി പോലെ ഉണ്ട്. ഈ ബാൽക്കണി ആണെങ്കിലും അവരിപ്പോൾ തുറന്നു വരും. അവർ കീ എടുക്കാൻ പോയിട്ടുണ്ട്. കണ്ടോ ഇവിടെയും ഒരു ബാൽക്കണി ഉണ്ട്. ഇവിടെ ചെറിയ ബാൽക്കണിയാണ്, മറ്റത് കുറച്ചും കൂടി വലിയ ബാൽക്കണിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം ടൂർ വന്നിട്ട്. കണ്ടോ ഇവിടെ ഉണ്ട് കേട്ടോ. TV ഉണ്ട്. നമുക്ക് ബെഡിൽ കിടന്നിട്ട് വേണേൽ TV ആണെങ്കിൽ ഇവിടെയും TV ഉണ്ട്. പിന്നെ അതെ എക്സ്ട്രാ ചെയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. വലുതാണ് റൂം, നല്ല വലുതാണ്. ഈ റൂം നല്ല വലുതാണ്. അതുപോലെ തന്നെ ലിവിങ് സ്പേസും വലുതാണ്. കണ്ടോ ലിവിങ് സ്പേസും വലുതാണ്. കിച്ചൺ ഒരു ബേസിക് ഒരു കിച്ചണേറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുമ്പോഴത്തേക്കും ബാത്റൂമും നല്ല വലിയ ബാത്റൂമാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ബാത്റൂം വരുന്നത്. ഈ വാഷ്റൂമിൽ ഇവിടെ ആയിട്ട് സെപ്പറേറ്റ് ഷവർ ഏരിയ ഉണ്ട്. അയ്യോ കണ്ടോ, സെപ്പറേറ്റ് ഷവർ ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നമുക്ക് ബാക്കി എല്ലാ സാധനങ്ങളും ഉണ്ട്. ബാത്ത് ടബും ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ബാത്ത് ടബ് പോലും നമുക്ക് ഇതിങ്ങനെ ക്ലോസ് ചെയ്തിട്ടാണ് വച്ചിട്ടുള്ളത്. ഇങ്ങനെ ഒരു ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും റൂം അടിപൊളിയാണ്. എല്ലാം കൂടും നല്ല ഭംഗിയുണ്ട്, നല്ല ക്ലീനാണ്, നല്ല സ്പേഷ്യസ് ആണ്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള സ്പേഷ്യസ് റൂമും കൂടെയുണ്ട്. നമ്മൾ സ്പെഷ്യൽ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന സ്പേഷ്യസ് റൂം വേണം എന്നുള്ളത്. പിന്നെ നമ്മൾ ബുക്ക് ചെയ്തപ്പോഴും സ്പേഷ്യസ് റൂമാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടിയ റൂം വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല ലൈറ്റൊക്കെ വരുന്ന നല്ല റൂമാണ്. പിന്നെ ആകെ ഇച്ചിരി സങ്കടം തോന്നിയിട്ടുള്ളത് നമ്മൾ ഇവിടെ കോംപ്ലിമെൻ്ററി സ്പാ ഉണ്ട്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ സ്പായ്ക്ക് എന്തൊക്കെയോ പണി നടക്കുന്നുണ്ട്. സ്പാ ഇപ്പോൾ അവർ തൽക്കാലത്തേക്ക് നിർത്തി വെച്ചിരിക്കുകയെന്ന് പറഞ്ഞു. നമ്മൾ നേരത്തെ അറിഞ്ഞില്ല. ഇവിടെ വന്ന് നമ്മളത് ചോദിച്ചപ്പോഴാണ് നമ്മൾ അറിഞ്ഞത്. അപ്പോൾ ആ ഒരു വിഷമം മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഓക്കെയാണ്. നമുക്കിനി പെട്ടിയൊക്കെ അൺപാക്ക് ചെയ്ത് നമ്മുടെ ഒന്ന് സെറ്റിലായി കഴിഞ്ഞ് ഇപ്പോൾ ബാൽക്കണിയൊക്കെ തുറക്കാൻ ആളുവരും. ബാൽക്കണിയൊക്കെ തുറന്നു അതൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് പൂളിൽ പോകണം. പൂള് റൂഫ് ടോപ്പിലാണ്. അതുകൊണ്ട് ഈ സമയത്ത് ചിലപ്പോൾ ഭയങ്കര വെയിലായിരിക്കും. ഇപ്പോൾ ഖത്തറിലൊരു 5-6 ഒക്കെ ആകുമ്പോഴേ വെയിലൊക്കെ കുറയുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ ഉടുപ്പൊക്കെ മാറി വരാം. പിന്നെ വിശക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഫുഡ് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കേട്ടോ. അപ്പോൾ വാ കണ്ടിവിടെ ഇങ്ങനെ പെയിൻറ്റിങ് ഒക്കെ ആർട്ട് വർക്ക്സ് ഒക്കെ കുറേ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ പൂൾ ടൈമിങ് വരുന്നത് 6 to 6 ആണ് കേട്ടോ. രാവിലെ 6 മണി തൊട്ട് ഈവനിങ് 6 മണി വരെയാണ്. ഈവനിങ് 6 മണി എന്ന് പറയുമ്പോൾ വെയിലൊക്കെ പോകുന്ന സമയം ആവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും പോയി നോക്കുകയാണ് അവിടെ ഭയങ്കര വെയിലാണോ അല്ലെങ്കിൽ ഷെയ്ഡ് ഉണ്ടോ എന്നൊക്കെ നോക്കുകയാണ്. ഐസക്ക് വന്നില്ല. കാരണം ഐസക്ക് പറഞ്ഞ് പോയി നോക്കിയിട്ട് വരാം. കാരണം മിക്കവാറും വെയിൽ തന്നെ ആയിരിക്കും. പിന്നെ ഷെയ്ഡ് ഉണ്ടെങ്കിലേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പോയി നോക്കിയിട്ട് ഐസക്കിനെ വിളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെയാണ് കേട്ടോ പൂള് വരുന്നത്. സ്വിമ്മിങ് പൂളിലേക്ക് ഡയറക്റ്റ് ലിഫ്റ്റില്ല.
സ്വിമ്മിംഗ് പൂൾ. ഐസക്ക് വരാൻ നന്നായി. ഞാൻ പൂളിൽ പോയപ്പോഴത്തേക്ക് അവിടെ നിറച്ച ആൾക്കാർ, മാത്രമല്ല നല്ല വെയിലും. ഈ വെയിലത്ത് അവർ ഇന്ന് സ്വിമ്മ് ചെയ്യുകയാണ്. ഞാൻ എന്തായാലും പോകുന്നില്ല, അതുകൊണ്ട് തിരിച്ചു വന്നു. പൊക്കത്തേക്ക് ഡയറക്റ്റ് ലിഫ്റ്റ് ഇല്ല, നമ്മൾ 11th ഫ്ലോറിൽ ഇറങ്ങിയിട്ട് സ്റ്റെയർ യൂസ് ചെയ്തിട്ട് വേണം കൂടെ നമ്മൾ പോകാനായിട്ട്. നമുക്ക് എന്തായാലും പോകാം. ജിമ്മിലും ആൾക്കാരുണ്ട്, പൂളിലും ആൾക്കാരുണ്ട്. അപ്പോൾ എന്തായാലും ആൾക്കാരുള്ള സ്ഥിതിക്ക് നമുക്കിന്ന് ജിമ്മിലും പോകാൻ പറ്റില്ല, പൂളിലും പോകാൻ പറ്റില്ല. നമുക്ക് നാളെ പോകാം. നാളെ 6 മണി തൊട്ട് പൂളുണ്ട്. നാളെയും കൂടി തിരക്കാണെങ്കിൽ ഏകദേശം ഒരു തീരുമാനമാവും. അപ്പോൾ നമുക്ക് എന്തായാലും നാളെ വരാൻ പറ്റുള്ളൂ. കാരണം ഇന്നിപ്പോൾ പൂളിൽ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട്. എല്ലാവരും ഈവനിങ് ആകുമ്പോൾ പൂളിൽ ഇറങ്ങുള്ളല്ലോ. ചിലപ്പോൾ നാളെ രാവിലെ പൂളിൽ തിരക്കുണ്ടാവില്ലായിരിക്കാം എന്ന് പ്രതീക്ഷിക്കാം. ഇപ്പം നമുക്ക് തിരിച്ചു പോകാം. എന്തായാലും ഐസക്ക് വരാൻ ഐസക്ക് സ്വിം സ്യൂട്ടൊക്കെ ഇട്ട് വരുമ്പോഴത്തേക്ക് അത് നിറച്ച ആൾ ഐസക്കിനെ ഒപ്പം തന്നെ. അപ്പോൾ എന്തായാലും നമുക്ക് തിരിച്ച് റൂമിൽ പോവാം. എന്നിട്ട് എന്തായാലും ഫുഡ് കഴിക്കാം. നല്ല വിശക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ബാ പോവാം. നമ്മൾ കോഫി ഉണ്ടാക്കാൻ പോകണം. ആസ് യൂഷ്വൽ ഐസക്കിന് ഇന്ന് കോഫി വേണം. കാരണം ഐസക്ക് സ്റ്റേക്കേഷൻ വരുമ്പോൾ ഐസക്കിന് കോഫി വേണം, ഒരു എനർജി കിട്ടാനായിട്ട്. അപ്പോൾ നമ്മൾ ഐസക്കിൻ്റെ കോഫി ഉണ്ടാക്കാൻ പോകണം. ചെറിയൊരു കിച്ചൺ ഐറ്റാണ് കേട്ടോ. ഭയങ്കര വലിയ സാധാരണ നമുക്ക് എവിടെ പോയാലും എന്താണ് മൈക്രോവേവ് ഉണ്ടാവും. മൈക്രോവേവ് ഉണ്ടാകുമ്പോഴത്തേക്കും ഞങ്ങൾ ഒരിക്കൽ പോലും യൂസ് ചെയ്തിട്ടില്ല. കാരണം കിച്ചണും മൈക്രോവേവ് ഒന്നും യൂസ് ആക്കാറില്ല. പക്ഷെ ഇന്ന് ഈ അടുക്ക് ഞങ്ങളൊരു പോപ്കോൺ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പോപ്കോൺ എന്ന് പറയുമ്പോഴത്തേക്കും ഈ മൈക്രോവേവ് ബാഗിലാണ് വരുന്നത് ഈ പോപ്കോൺ. അപ്പോൾ ഇതിങ്ങനെ മൈക്രോവേവിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ പോപ്പായി വരും. അപ്പോൾ അത് ഒരാഴ്ച വീട്ടിലുണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു ഈ പോപ്കോൺ. അപ്പം ഞങ്ങൾക്ക് ഇത് ഇടയ്ക്ക് ക്രേവ് ചെയ്യും. അപ്പം ഞങ്ങൾ അത് ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം ഇവിടെ മൈക്രോവേവ് ഉണ്ടെങ്കിൽ വെക്കാമെന്ന് പറയും. പക്ഷേ നമ്മൾ കൊണ്ടുവന്ന് കാരണം എല്ലായിടത്തും മൈക്രോവേവ് ഉണ്ടാവും. ഇന്ന് ഇവിടെ മാത്രം മൈക്രോവേവ് ഇല്ല. എന്ത് പറയാനാ. ആരത് ചോദിക്കുന്നുണ്ട് വലിയ കപ്പാണ് ചെറിയ കപ്പാണ്. വലിയ കപ്പിലിട്ട് അങ്ങനെ കുടിക്കണം. ഇതെങ്ങനെയല്ല, വേറെന്തോ കാര്യമുണ്ട്. ആ ഇവിടെ വെള്ളം നിറക്കണം. അപ്പൊ നിറയ്ക്കാനത് എന്താ ഐസോ ഇങ്ങനെ ഇച്ചിരി കൂടെ ഒഴിച്ചോ, കുറച്ചുകൂടെ ഒഴിച്ചോ. ഒരു കപ്പല്ലേ, ഒരു ഉപ്പ് മതിയാ? ആ അതാ കഴിയല്ലോ. ഒരുമിച്ച് കുടിക്കാം. എല്ലാ ഐസൊക്കെ ഫുള്ളൊന്നും കുടിക്കില്ല. വേറെ ഇല്ല, ഒരു ഷോട്ട് ഇട്ടുള്ളൂ. നമ്മളെ കോഫി റെഡിയായി. ഇനി ഐസക്കിനോട് കൊടുക്കാം. ഐസക്ക് കോളിലാണ് കേട്ടോ. ഓക്കെ ഓക്കെ, കൊള്ളാം. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയണല്ലോ ഐസ് കൊള്ളാം. എന്താ ഭയങ്കര കയ്പാ? ഞാൻ ഒരെണ്ണം കൂടി പൊട്ടിച്ചിടാന്ന് വിചാരിച്ചാണ്. കോഫി ഇടാം. പാലൊഴിച്ചാ കൊറേ എല്ലാം ഒഴിച്ചു. 4 ഒഴിച്ച്. 2 ഉണ്ടായിരുന്നല്ലോ. 4 അവിടെ കിട്ടിയപ്പോ കോഫി ക്രീമറും ചേർത്ത്. എന്നിട്ട് ഇത്ര ഷോക്കാണ്. അല്ല, ഇതാണ് സ്ട്രോങ് ആണ്. ഇത് ഭയങ്കര ലൈറ്റ് ആയി പോലെ. ഞാൻ വിചാരിച്ച ഒരെണ്ണം കൂടി ആഡ് ചെയ്യാന്ന്. കോഫി നിനക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ എടുക്കുന്നോണ്ടായിരിക്കും. ഇത്ര ലൈറ്റ് ആയിട്ടുള്ള കോഫിയാണ്. ഇതിൽ എങ്ങനെ ലൈറ്റ് ആക്കും? പാലും വെള്ളം തഷ്ടം നിനക്ക്. നീ 4 ഒഴിച്ച് ചെറിയ ഗ്ലാസ്സിൽ. അപ്പൊ നീ തന്നിരുന്നെങ്കിൽ ഞാൻ ഇവിടെ വീണേനെ. തലക്ക് കുടിച്ചു കഴിച്ചിട്ട്. കയ്പിലതേ നോക്കി. ലൈറ്റ് അല്ലേ കോഫിയുടെ? ലൈറ്റ് അല്ല, അതിനകത്ത് മറ്റേ ഇത് സ്ട്രോങ് ആണ്. ഒട്ടും സ്ട്രോങ് അല്ല. നിനക്ക് എന്ത് പറ്റി? എനിക്ക് പോയാൻ പറ്റി അവിടെ നിന്ന് കഴിക്കണം. നിനക്ക് കുഴപ്പമില്ല.
ഭയങ്കര സ്ട്രോങ് ആണെന്ന് പറഞ്ഞ ഐസിന്റെ കോഫി കുടിക്കാൻ പറ്റില്ല കേട്ടോ. ആ സങ്കടത്തിൽ ഐസക്ക് ഫുഡ് ഓർഡർ ചെയ്തേക്കാണ്. നമുക്ക് രണ്ടാൾക്ക് നല്ല രീതിക്ക് വിശന്നിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് ഇന്ന് നല്ല കണത്തിൽ ഓർഡർ ആക്കിയിട്ടുണ്ട്. അത് നമ്മൾ കഴിക്കാൻ പോവാണ്. ഐസക്ക് ഇങ്ങനെ ഓരോന്നായിട്ട് എടുത്തിട്ടിരിക്കാം. നമ്മൾ ഫ്രൈഡ് ചിക്കൻ പൊതുവെ എല്ലായിടത്തും നിന്ന് ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ ഇതുവരെ ട്രൈ ചെയ്യാത്ത ഒരു സ്ഥലത്ത് നിന്ന് ഓർഡർ ആക്കിയേക്കാണ്. ഇതെങ്ങനെ ഉണ്ട് കഴിച്ചിട്ടുണ്ടെന്ന് നോക്കാം. ഇന്ന് നമ്മൾ ചിക്സ്റ്റർ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഓർഡർ ആക്കിയിട്ടുള്ളത്. കളർ കണ്ടോ, കുറച്ചും കൂടി ഒരു ബ്രൗൺ ഗോൾഡ് കളറാണ് കേട്ടോ. ഫുഡ് കഴിക്കുന്നതിൻ്റെ അടുക്ക് ഞാനൊന്ന് കൃഷിനെ നോക്കിയതാണ് കേട്ടോ. അവിടെ എന്താ ചെയ്യുന്നതെന്ന് നമ്മൾ ക്യാമറ വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ നമുക്ക് കൃഷിനെ അടുക്ക് കാണാൻ പറ്റേ. നോക്കുമ്പോൾ കൃഷി നല്ല ഉറക്കം, പാവം തോന്നിയിട്ട് കണ്ടപ്പോൾ. ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് നമ്മൾ കുറച്ചേരം കിടന്ന് ഉറങ്ങിപ്പോയി കേട്ടോ. ഇനിയിപ്പോൾ കൃഷിൻ്റെ അടുത്ത് പോകണം, കൃഷിന് ഫുഡ് കൊടുക്കണം, അവനൊന്ന് പുറത്തൊക്കെ കൊണ്ടുപോകണം, ചെടിക്ക് വെള്ളം ഒഴിക്കണം. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോവാണ്. ഐസൊക്കെ ഉറങ്ങിപ്പോയി. ഐസൊക്കെ ഇതേ ഇപ്പോൾ അവിടെ ഫുഡ് കുറച്ചും കൂടി ഉണ്ട്, അതിൽ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പുറത്തേക്ക് കാണിച്ചു തരാം നിങ്ങളെ. ഇതുണ്ടോ, നമുക്ക് അവിടെ നിന്ന് ആ സിറ്റി കാണാൻ പറ്റും കേട്ടോ. നല്ലതാണ്. അപ്പോൾ ഭയങ്കര ലൈവാണ് കേട്ടോ ഈ സ്ഥലം. നിറയെ ആൾക്കാരും വണ്ടികളും. ഇത് ഞങ്ങൾ ഇടയ്ക്ക് പോകാറുള്ള KFC ആണത്. ഇത് അവിടെ ഒരു KFC ബിൽഡിംഗ് ഉണ്ട്. പിന്നെ ഈ ഡൂസിറ്റ് D2 എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ സ്റ്റേ അവിടെ ആയിരുന്നു, ഡൂസിറ്റ് D2ലായിരുന്നു. അവിടെ നിന്ന് ഇവിടെ നോക്കിയാൽ അത് നല്ല രീതിക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. കൊള്ളാം, കണ്ടോ, ഭയങ്കര ലൈവാണ്. അതാണ് ബർഗർ ബിൽഡിംഗ് എന്ന്. അതാണ് ബർഗർ ബിൽഡിംഗ്. ഈ ബർഗർ പോലെ ഇല്ലാതിരിക്കണം കാണാനായിട്ട്, ബർഗർ ബിൽഡിംഗ് എന്ന് തന്നെ പറയുന്നത് കേട്ടോ. അതായത് KFC ആണ്. നമ്മൾ ഇടയ്ക്കിടെ അവിടെ പോവാറുണ്ട് KFCയിലൊക്കെ. കണ്ടോ, അവിടെ മെഗാമാർട്ട് സെൻട്രോ ഒക്കെ ഉണ്ട്. നോക്ക്, അതാണ് ഞാൻ നേരത്തെ ഡൂസിറ്റ് D2 എന്ന് പറഞ്ഞത്. അവിടെയാണ് ഞങ്ങൾ കഴിഞ്ഞ ഇതിൽ നിന്നത് കേട്ടോ. കണ്ടോ, ഇപ്പോൾ ഭയങ്കര ഹ്യൂമിഡാണ് കേട്ടോ പുറത്ത്, ഭയങ്കര ഹ്യൂമിഡിറ്റിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തൊക്കെ കുറച്ച് നേരം നിന്ന് കഴിയുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് വേർക്കും. എന്തായാലും നമുക്ക് കൃഷിൻ്റെ അടുത്ത് പോകാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റേക്കേഷനിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വന്നിട്ട് പിന്നെയും തിരിച്ചു പോകാമെന്ന് പറയുമ്പോൾ നമുക്ക് മടി. ഇപ്പം തന്നെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല ഉറക്കം വരുന്നുണ്ട്, നല്ല ക്ഷീണമുണ്ട്. ഇന്നലെ ഒക്കെ അധികം സമയമൊന്നും ഉറങ്ങാനൊന്നും പറ്റിയില്ല കേട്ടോ. അപ്പോൾ നല്ല ക്ഷീണമുണ്ട്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്തായാലും കൃഷിൻ്റെ അടുത്ത് പോകണം, എന്തായാലും ചെടി നനയ്ക്കണം. കാരണം സമ്മർ ടൈമിൽ ചെടിയൊക്കെ ഒരു നേരം നനച്ചില്ലെങ്കിൽ തന്നെ തീർന്ന് എല്ലാം കരിഞ്ഞിട്ടുണ്ടാവും. അപ്പോഴത്തേക്ക് എന്തായാലും അതൊക്കെ ചെയ്യണം. അപ്പോൾ ഈ സ്റ്റേക്കേഷൻ വരുമ്പോൾ അതിൻ്റെ ഇടയ്ക്കുന്ന് പോകാനായിട്ട് എപ്പോഴും മടിയാണ്, എപ്പോഴും ഒരു ഇതാണ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. എല്ലാ ഹോട്ടൽസും മോസ്റ്റ്ലി എല്ലാ ഹോട്ടലും പോലെ മിക്ക ഹോട്ടലും പെറ്റ് ഫ്രണ്ട്ലി അല്ല. അതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വരും. പിന്നെ ഇവിടുന്ന് 10 മിനിറ്റ്സേ ഉള്ളൂ കേട്ടോ നമ്മളെ സ്ഥലത്തേക്ക്, വേഗം പോയിട്ട് വരാം. എന്നാലും കൃഷിനൊരു സങ്കടമാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ വ്ലോഗ് കണ്ടിട്ടുണ്ടാവില്ല, പെറ്റ് ഫ്രണ്ട്ലി ഹോട്ടലിൽ പോയത്. അപ്പോൾ അവർ ഭയങ്കര സന്തോഷമായി, അവന് വേറെ പെറ്റ്സായിട്ടൊക്കെ മിങ്കിൾ ചെയ്യാനൊക്കെ പറ്റി, അവൻ ഭയങ്കര ഹാപ്പിയായിരുന്നു. എന്തായാലും ഇനിയിപ്പോൾ നമുക്ക് അധികം സമയം കളയണ്ട. നമുക്ക് വേഗം കൃഷിൻ്റെ അടുത്ത് പോയിട്ട് വേഗം അവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് വേഗം തിരിച്ചു വരാം. കണ്ടോ, കുറച്ച് നേരം തുറന്നിട്ടപ്പോൾ തന്നെ ഇവിടെയൊക്കെ കണ്ടോ വെള്ളം ഈർപ്പായി. നമുക്ക് പോവാം.
ഒരു കാര്യം പറയാൻ വിട്ടുപോട്ടെ, ഇത് 4 സ്റ്റാർ ഹോട്ടലാണ്. വന്നപ്പോൾ ഞാൻ ഈ ബോർഡ് കണ്ടില്ല, ഇപ്പോഴാണ് കേട്ടോ ഞാൻ ശ്രദ്ധിക്കുന്നത്. കണ്ടോ, നമ്മൾ ഹോട്ടലിൽ പുറത്തിറങ്ങി നിൽക്കാണ്ട് ഇവിടെ വാലേ പാർക്കിംഗ് ഉണ്ട്. അപ്പോൾ അവർ നമ്മുടെ കാർ കൊണ്ടുപോയിക്കാണ്. അപ്പോൾ നമ്മൾ പാർക്കിംഗ് ടിക്കറ്റ് കാണിക്കുമ്പോഴത്തേക്ക് അവർ നമ്മുടെ കാർ തിരിച്ചു കൊണ്ടുതരും. അപ്പോൾ നമ്മൾ കാർ വരാനായിട്ട് നമ്മളിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ്ട്. പുറത്ത് നല്ല ചൂടുണ്ട്, വേഗം വരുമായിരിക്കും കാറ്. നമ്മൾ നോക്കി നിൽക്കുകയാണ് കാറിന് വേണ്ടി. നമ്മുടെ കൃഷിനെ കണ്ടോ? എവിടെ ഞങ്ങളുടെ കൃഷി എന്തേ? കൃഷിൻ്റെ ബോണൊക്കെ കടിച്ചുകൊണ്ടിരിക്കുകയാണ്. പുറത്തൊക്കെ പോയി കളിച്ച് ഫുഡെല്ലാം കഴിച്ചിട്ടുള്ള ഇരിപ്പാണ് കേട്ടോ ഇത്. കൃഷി അപ്പോൾ ഞങ്ങളുടെ കൃഷിയുണ്ട്, ഞങ്ങളുടെ കൃഷിയുണ്ട്, ഞങ്ങളുടെ കൃഷിയുണ്ട്. വാ വാ ബൂ ചക്കരയാണോ? ഞങ്ങൾ കൃഷിയാണോ? ഞാൻ ആ ബോൺ മതി, ആ ബോൺ ഉള്ളതുകൊണ്ട് ഇന്ന് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ആ ബോൺ കടിച്ചടിച്ച് പിന്നെ കുറേ നേരം കിടന്ന് ഉറങ്ങി. അങ്ങനെ പിന്നെ നമ്മൾ കൃഷിനോട് ബായ് പറഞ്ഞ് തിരിച്ച് ഹോട്ടലിലേക്ക് പോവാൻ കേട്ടോ. ഇനിയിപ്പോൾ രാത്രി കൃഷി കിടന്ന് ഉറങ്ങിക്കോളും, വലിയ പ്രശ്നമൊന്നുമില്ല. നാളെ നമ്മൾ വേഗം വരുമല്ലോ. ഞാൻ ഐസക്കും കൂടി കൃഷിന് ഫുഡെല്ലാം കൊടുത്തിട്ട് തിരിച്ച് നമ്മൾ ഹോട്ടലിലേക്ക് പോവാണ് കേട്ടോ. ഇപ്പോൾ 12 മണിയായി. 12 മണിയാവാൻ 5 മിനിറ്റും കൂടെ ഉള്ളൂ. നമ്മൾ പോകുന്നത് 8 മണിക്ക് എന്താണെന്നത്. കുറച്ച് നേരം കൃഷിൻ്റെ ഒപ്പം സ്പെൻഡ് ചെയ്ത് ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചു പോയിട്ട് എനിക്ക് നല്ലതായിട്ട് ഉറക്കം വരുന്നുണ്ട്. ഞാൻ ഉറങ്ങും. ഐസക്ക് ഇന്നൊരു കോഫി കുടിച്ചുകൊണ്ട് ഐസ് മിക്കവാറും ലേറ്റ് ആവും കിടക്കുമ്പോഴത്തേക്ക്. ഐസിന് അങ്ങനെയൊക്കെ ഉണ്ട്, കോഫിയൊക്കെ കുടിച്ച് ഉറങ്ങാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി തിരിച്ച് ഹോട്ടലിൽ പോയി കിടന്ന് ഉറങ്ങാം. കിടക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഞാനൊന്ന് പുറത്ത് ബാൽക്കണിയിലേക്ക് വന്നതാണ് കേട്ടോ. കാരണം നമുക്ക് നൈറ്റ് ടൈമേ ബാൽക്കണിയിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റുള്ളൂ. രാവിലെ ആയി കഴിയുമ്പോൾ ഭയങ്കര വെയിലും ചൂടായിരിക്കും കേട്ടോ. അപ്പോൾ ഉള്ള ടൈം ഞാൻ ഈ സിറ്റി വ്യൂ ഒക്കെ ഒന്ന് എൻജോയ് ചെയ്യണം. ചുമ്മാ നമ്മുടെ ബെഡ്റൂമിൻ്റെ ഇപ്പുറത്തുള്ള സ്ഥലത്ത് നമ്മൾ നോക്കിയതാണ് കേട്ടോ. നമുക്ക് കിടക്കാം, ഉറക്കം വരുന്നു. ഗുഡ് മോർണിംഗ്. നമ്മൾ പൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കേണ്ട രാവിലെ 6 മണിക്ക്. കാരണം 6 മണി തൊട്ടോ പൂള് 6 മണിക്ക് പോയില്ലെങ്കിൽ ഭയങ്കര പിന്നെ അങ്ങോട്ട് ഭയങ്കര വെയിലായി പോകും. ഇന്നലെ പോയി ഭയങ്കര തിരക്കായിരുന്നു. നമുക്ക് എന്തായാലും പോയി നോക്കാം. ഐസക്ക് പോയിക്കൊണ്ടോ നല്ല നീളമുണ്ട് കേട്ടോ ഈ ഹോട്ടലിന്, ഭയങ്കര നീളം. ഇതാണ് കേട്ടോ പൂള്, നല്ല വലിയ പൂളാണ്. റൂഫ് ടോപ്പ് പൂളാണ്. ഇതുണ്ട് അവിടെ ഒരു പൂൾ കഫേയൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഈ സമയം അതുകൊണ്ട് ആരും ഇല്ല ഇവിടെ. ഞാൻ നിങ്ങളോട് ഈ സ്റ്റേയുടെ ഡീറ്റെയിൽസ് പറയാം. അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് റിവേറ റെഹാൻ ബറോട്ടാനോ ദോഹയാണ്. 4 സ്റ്റാർ ഹോട്ടലാണ്. നമ്മളിത് അഗോഡ ത്രൂ ആണ് കേട്ടോ ബുക്ക് ചെയ്തിട്ടുള്ളത്. നമ്മൾ വീക്കെൻഡ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ആൻഡ് ഇത് ബിൻ മഹമ്മൂദിലാണ് ഈ ഹോട്ടൽ വരുന്നത്. ഇവിടെ റൂംസ് 167 റിയാൽ തൊട്ട് അവൈലബിൾ ആണ്. നമ്മൾ എടുത്തിട്ടുള്ളത് ഇവരുടെ സ്പേഷ്യസ് ഗസ്റ്റ് റൂം ആണ് കേട്ടോ. കിങ് സൈസ് ബെഡോട് കൂടി വരുന്ന സ്പേഷ്യസ് ഗസ്റ്റ് റൂം ആണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഉണ്ടല്ലോ, അമ്യൂണിറ്റീസ് എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, ഫ്രീ ഫിറ്റ്നസ് സെന്ററിലേക്ക് ആക്സസ് ഉണ്ട്, പിന്നെ നമുക്ക് ഫ്രീ വൈഫൈ, കോഫി, ടീ, പാർക്കിംഗ് അങ്ങനെ എല്ലാം ഉണ്ട്. പിന്നെ നമുക്കായത് 219 റിയാൽ ആണ്, 219.87. ഇതാണ് നമ്മുടെ റൂം ആയിട്ടുള്ളത്. നല്ല വലിയ സ്പേഷ്യസ് റൂം ആയിരുന്നു. പക്ഷേ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 167 തൊട്ട് റൂംസ് അവൈലബിൾ ആണ്. പിന്നെ ഈ റേറ്റ് എല്ലാം നമ്മൾ ഓൺലൈൻ റേറ്റാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ഡയറക്റ്റ് പോയിട്ടാണ് റൂം എടുക്കുന്നതെങ്കിൽ റേറ്റിന് വ്യത്യാസം വരും. പിന്നെ അതുപോലെ തന്നെ ഓൺലൈൻ ആയതുകൊണ്ട് ചില സമയത്ത് ഓഫർ വരാൻ ചാൻസ് ഉണ്ട്, ചില സമയത്ത് റേറ്റ് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ റേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാൻ ചാൻസ് ഉണ്ട്. ഇത് നമ്മൾ എടുത്ത സമയത്തുള്ള റേറ്റ് ആണ് കേട്ടോ ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ റേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാൻ ചാൻസ് ഉണ്ട്. ഇത് നമ്മളെടുത്ത ദിവസത്തെ റേറ്റാണ് ഞാൻ പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്യുമ്പോൾ റേറ്റ് കുറവായിരിക്കും, ചിലപ്പോൾ കൂടുതലായിരിക്കും. അതെല്ലാം ആ സീസൺ അനുസരിച്ച് മാറും കേട്ടോ. പിന്നെ ഞാൻ നിന്ന ഹോട്ടലിലെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും ബുക്കിംഗ് ഐഡിയും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ സെയിം റൂം സെയിം ഇത് തന്നെ ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ ലിങ്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം കേട്ടോ. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവേ. നല്ല പൂളല്ലേ? ഇത് വലിയ പൂളല്ലേ? തണുപ്പില്ലല്ലേ വെള്ളത്തിന്?
പൂളിൽ നിന്ന് നമുക്ക് ഇതുപോലെ പൂൾ ട്രാവൽസൊക്കെ ഇവിടെ ചോദിച്ചാൽ കിട്ടും. അത് എല്ലായിടത്തും കിട്ടും. എങ്കിലും നമ്മൾ കഴിഞ്ഞ് പോവാണല്ലോ. ഐസ് മാത്രമേ സ്വിം ചെയ്തുള്ളൂ. ഞാൻ സ്വിം ചെയ്തില്ല, കാരണം എനിക്കിന്നൊരു മൂടുണ്ടായില്ല സ്വിം ചെയ്യാനായിട്ട്. ഐസ് സ്വിം ചെയ്ത് ഐസിൻ്റെ പൂള് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. നല്ല വലിയ പൂളാണ്. കണ്ടോ ഇവിടെ നിന്നുള്ള വ്യൂ കണ്ടോ? ഇത് നമ്മുടെ റൂമിൽ നിന്നുള്ള അതേ വ്യൂ പോലെ ഉണ്ട് കണ്ടോ? ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന വ്യൂ ആണ് കേട്ടോ ഇത്. ആരുമില്ല പൂളിൽ, കാര്യം വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. അപ്പം ഞങ്ങൾ വന്നപ്പോൾ ആക്ച്വലി 2 പേര് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ അവർ പോയിന്ന് തോന്നുന്നു വെയിൽ കണ്ടിട്ട്. ഇതാണ് നമ്മുടെ ഇവിടെ നിന്ന് കാണുമ്പോൾ ഉള്ള വ്യൂ. ബർഗർ ബിൽഡിംഗ് ഒക്കെ കണ്ടില്ലേ? അപ്പം നമ്മൾ പോവുകയാണ്. വയസ്സും ഇത് വേണം നീ ബോഡി കൂടി ഇട്ടോ. രണ്ട് ഒരു ഓപ്പൺ ഷവർ ഉണ്ട്, പക്ഷെ നമ്മളിത് കണ്ടില്ല. ഇതിങ്ങനെ നീണ്ട് കിടക്കണം. ഭയങ്കര ലോങ് ആണ് ഈ ബിൽഡിങ്. നമ്മളിപ്പോൾ നമ്മുടെ റൂമിലേക്ക് പോവാം. നമ്മൾ ജിമ്മിൽ പോവുകയാണ് കേട്ടോ. ഇതാണ് ജിം. ഞാൻ നിങ്ങൾക്ക് ബാൽക്കണി കാണിച്ചു തന്നില്ലല്ലോ നേരത്തെ. അത് ക്ലീൻ ചെയ്യാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു പിന്നെ കാണിച്ചു തരാം. അപ്പോൾ അവർ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ബാൽക്കണി കാണിച്ചു തരാം. ഇതാണ് കേട്ടോ നമ്മുടെ ബാൽക്കണി വരുന്നത്. നല്ല വെയിലാണ്. ഇതാണ് പുറത്തേക്കുള്ള വ്യൂ. ഞാൻ നോക്കിക്കഴിഞ്ഞാൽ ഇതുണ്ടോ, ഇതാണ് ബാൽക്കണി. അത്യാവശ്യം വലിപ്പമുള്ള ബാൽക്കണിയാണ് കേട്ടോ. വെയിലത്തെ അധികം നേരം നിൽക്കുന്നില്ല. ഞാൻ പോവാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് ബാൽക്കണി വരുന്നത്. ഇനിയിപ്പോൾ അപ്പുറത്തെ റൂമിലും കൂടിയുണ്ട് ബാൽക്കണി. അതും കൂടി ഞാൻ കാണിച്ചു തരാം. അത് ഇത്രയില്ല, അത് ചെറിയ ജസ്റ്റ് ഒരാൾക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു വലിപ്പത്തിലുള്ള. ഞാൻ കാണിച്ചു തരാം. ഇതാണോ ഇവിടെ കൂടെ വെക്കുമ്പോൾ. പക്ഷെ എനിക്ക് ആക്ച്വലി ഇഷ്ടപ്പെട്ടത് ഈ ബാൽക്കണിയാണ് കേട്ടോ. കാരണം ഇവിടെ നിന്നാണ് വ്യൂ കുറച്ചും കൂടി രസം. രാത്രിയൊക്കെ നോക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ഫുള്ള് റോഡാണ്. റോഡും കടകളും അങ്ങനെ ഇതൊക്കെ കാണാം. ഇവിടെ കൂടുതലും റെസിഡൻസീസാണ് കേട്ടോ കാണുന്നത് കേട്ടോ. ഇതാണ് ഇതിങ്ങനെ ഒരാൾക്ക് നിൽക്കാനുള്ള സ്പേസ് ഇല്ല. അപ്പോൾ അങ്ങനെയാണ്. നമുക്ക് പോകാനുള്ള ടൈമായിട്ടോ. നമ്മൾ പോകാൻ പോവാണ്. അപ്പോൾ ഞാനിത് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് എൻ്റെ പാക്കിംഗ് ഒക്കെ നടക്കുകയാണ്. ഐസൊക്കെ പോയി കുളിക്കാനായിട്ട് പോയി. അപ്പോൾ ഞാൻ പാക്കൊക്കെ ചെയ്ത് നമുക്ക് പോകാം. എന്തായാലും സ്റ്റേ ഒക്കെ നല്ലതായിരുന്നു. എന്താ പറയുക, സ്പാ ഇപ്പോൾ വർക്കിംഗ് കണ്ടീഷനല്ല എന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നല്ലതായിരുന്നു. നല്ല സർവീസ് ആയിരുന്നു, നല്ല സ്റ്റേ ആയിരുന്നു. മൊത്തത്തിൽ ഈ പ്രൈസിന് നല്ലതാണ്. ഇതൊരു 4 സ്റ്റാർ ഹോട്ടലാണ്. അപ്പോൾ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. നമ്മളിപ്പോൾ പോകാൻ പോകണം. ഞാൻ പാക്ക് ചെയ്തിട്ട് ഞാൻ സംസാരിച്ച് നിന്ന് കഴിഞ്ഞാൽ പാക്കിംഗ് ഒന്നും നടക്കില്ല. നമ്മൾ ലേറ്റായി പോകും കേട്ടോ. അപ്പോൾ ബാ നമുക്ക് പോകാം. നമ്മൾ ചെക്കൗട്ട് ചെയ്യാണ് കേട്ടോ. നമ്മളിന്ന് നേരത്തെ ചെക്കൗട്ട് ചെയ്യാണ്. നമ്മളിന്ന് നേരത്തെ കൃഷിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അതിലൊക്കെ നിറച്ച് സാധനങ്ങളാണ് കേട്ടോ. നമ്മളിപ്പോൾ 10:15 ആയിട്ടുള്ളൂ. നമുക്ക് 12 മണി വരെ ഇവിടെ ടൈമുണ്ട്. പക്ഷെ നമ്മൾ നേരത്തെ ഇറങ്ങണം അല്ലേ ഐസു? ബായ് പറഞ്ഞേ. അപ്പോൾ ഇതുവരെ കണ്ട എല്ലാവർക്കും താങ്ക് യു. ഇനി അടുത്തൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്റ്റേക്കേഷനായിട്ട് കാണാം. അതുവരെ ബായ്.